വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ പുതിയ വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഡ്രോയിങ് ചലഞ്ച് ആണ് ഗൈസ്. അവൻ അവന്റെ ഫ്രണ്ടിൽ ഒരു പിക്ചർ വെക്കും ഗൈസ്. അത് നമ്മൾ നോക്കിയിട്ട് വരയ്ക്കണം. അതാണ് ഗൈസ്. അത് നമ്മൾ വീഡിയോ ഉള്ളിൽ പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ പിക്ചറാണ് ഗൈസ് വരയ്ക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ പേര് അറിയാൻ കമന്റ് ചെയ്യുക. ഇത് വെറും അറിയില്ല, കുറച്ച് ടാസ്ക് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് സിമ്പിൾ ആണ്. കണ്ടറിയാം നിങ്ങൾ ഇത് വരയ്ക്കാൻ പറ്റുന്ന കമന്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് പറ്റാ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യുക, കിട്ടാത്തവർ നോ എന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഈ ഗൈസ് വരയ്ക്കാനായിട്ട് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഇത് വരയ്ക്കുകയാണെന്നോ കുഴപ്പമില്ല, വരയ്ക്കുമ്പോൾ ഇത് നല്ല ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ ഗൈസ് ഇടാനും പറ്റില്ല ഗൈസ്. ഈ പാത്രമൊക്കെ പറഞ്ഞു ഗൈസ്. ഈ ഉറുമ്പൊക്കെ അവിടെ നിന്ന് വരുന്നു ഗൈസ്. ഇത്രയാണ് ഇപ്പൊ ഞാൻ നോക്കും ഗൈസ്. നല്ല സൈഡിൽ ചെയ്തു ഗൈസ്. ഗൈസ് നമുക്ക് നല്ല ചൂടെടുക്കും ഗൈസ്. ഗൈസ് ഭയങ്കര ചൂടാണ് ഗൈസ്. ഗൈസ് നമ്മൾ ഇത് വരയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വരയ്ക്കാം ഗൈസ്. ഇത് കഴിഞ്ഞോ? തുടങ്ങി ഇനി കഴിഞ്ഞ അവളെ ഞാൻ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. ചെറിയ പേപ്പറാണ് ഗൈസ്. ടാസ്ക്കാണ് ഗൈസ്. നമ്മൾ ചെറുതാക്കി വയ്ക്കണം ഗൈസ്. എടേ ചൊറിച്ചു നിന്നെ കടി നന്നായി വരയ്ക്കാൻ ചാൻസ് ഉണ്ട്. നീ വേഗം വരച്ചോ. ഞാനവിടെ എത്തി ഗൈസ്. നീ ക്യൂനാണോ ഡ്രോയിങ്ങിന് വെച്ചോ? ഏതിന് മാസ്റ്റർ? ഫ്രീ ഫയറിലാ? അത് ഡ്രോയിങ് അല്ലടാ. നിനക്ക് പ്രൈസ് ഉണ്ടോ റിച്ചു സ്കൂളില്? എനിക്ക് രണ്ട് പ്രൈസ് ഉണ്ട്. ഒന്ന് ഫാഷൻ ഇട്ടിട്ട്, പിന്നെ അബാക്കസിന്റെ ഫസ്റ്റ് തേർഡ് പ്രൈസ് വാങ്ങി. എനിക്ക് അബാക്കസ് A+ ഗൈസ്. പിന്നെ റണ്ണിംഗ് പ്രൈസിന് 3 മെഡൽ ഗൈസ്. എനിക്ക് 2 മെഡൽ ഗൈസ്. ഇച്ചു ഇതൊക്കെ സത്യമാണ് ഇച്ചു. യെസ് ഗൈസ്. ഇച്ചു എത്രയാണ് പഠിക്കണിച്ചു? ഇച്ചുവിന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അത് നിങ്ങൾ നോക്കണ്ട ഗൈസ്. നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നോക്ക് ഗൈസ്, നേരത്തിട്ട് നോക്ക് ഗൈസ്. നേരത്തെ കൈ പോയി ഗൈസ്. കുഴപ്പമില്ല. നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് കമന്റ് ചെയ്യുക ഗൈസ്. ആരും നന്നായിട്ട് വരച്ചിട്ടുണ്ട്, ആരും നന്നായിട്ട് വരച്ചിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഇത് വരാൻ പോകുന്നു. എന്തായാലും എന്റെ വായ്പെടുത്താൻ വെറുതെ ഗൈസ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഗൈസ് പറയുന്നത് ഗൈസ്. അയ്യോ പ്രാന്താണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ വരച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇത്ര ടാസ്ക് ഉണ്ട് ഗൈസ്. ആ ഗൈസ് ഇത്രയും ടാസ്ക്. ഈ കണ്ണാത്തന്നെ മനസ്സിലായി ഗൈസ്. ഇവനെ വരയ്ക്കാൻ നല്ല ടാസ്ക് ആണ്. എനിക്കപ്പോൾ സിമ്പിൾ ആണ് ഗൈസ്. ആ ഗൈസ് വരച്ചിട്ട് കാണാം ഗൈസ്. അവിടെ സിമ്പിൾ ഒക്കെ ഇതിന്റെ കുറവുണ്ടോ വരച്ചിട്ട് കാണാൻ? എന്താ ഗൈസ് നോക്ക് ഗൈസ്, എന്തൊക്കെ പറയുന്നു ഗൈസ്. ശിവ പറയുന്നത് നിങ്ങൾ കേൾക്കത്ത് കാരണമാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പ്ലീസ് ഗൈസ്. 1 മില്യൺ അടിച്ച് ഇത് കിട്ടും ഗൈസ്. എന്ത് കിട്ടും? പ്ലേ ബട്ടൺ കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. ഓക്കെ ഗൈസ്, ഈ സ്ക്വയർ ചേഞ്ച് ചെയ്യുന്നു ഗൈസ്. വലിയ സ്ക്വയർ റെക്ടാങ്കിൾ. ഗൈസ് എനിക്ക് സ്കെയിൽ ഒന്നും വേണ്ട ഗൈസ്.
ആ സ്കെയിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ ഡ്രോയിങ് ഫസ്റ്റ് ഒക്കെ സ്കെയിൽ ഇപ്പൊ ഒക്കെ പോയി എനിക്ക് കിട്ടും കഴിച്ചു പക്ഷെ ഇത് കിട്ടുന്നില്ല കഴിച്ചു പേപ്പർ ബട്ട് ഇവര് എനിക്ക് റൈറ്റിംഗ് പാഡ് ഇല്ല കഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്റെ ടാസ്കാണ് കഴിച്ചത് ഭയങ്കര ഇത് കുറച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പോയി എന്താ വേർപ്പൊക്കെ വന്നിട്ട് കയ്യിൽ വെള്ളമായിട്ട് കേട്ടോ കേട്ടോ അതിങ്ങനെ ചെയ്ത് മുള്ളിൽ കിട്ടില്ലല്ലോ എനിക്ക് നോക്കണോ പേപ്പർ അങ്ങോട്ട് നീങ്ങിട്ട് പേപ്പർ അങ്ങോട്ട് നീങ്ങിട്ട് കിട്ടില്ല നോക്ക് അതൊക്കെ കേട്ടാ ഇത് ഇപ്പൊ നമ്മൾ ഏത് വടിക്കും ഈ തലേനെ വരയ്ക്കാം ഞാൻ ഫസ്റ്റ് ടേബിൾ വരയ്ക്കും ഫസ്റ്റ് നമ്മൾ തലേനെ വരച്ചിട്ട് ഇതൊക്കെ വരച്ചിട്ട് ലാസ്റ്റ് ടേബിൾ വരയ്ക്കാം അപ്പോഴാണ് സെറ്റ് ആവും അതൊക്കെ വെച്ചാൽ തല വയ്ക്കാം ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം ചെവിങ്ങ പറഞ്ഞു ഈ ചെവി ഈ തല മാത്രം പക്ഷെ ഞാൻ മുടി ആയിട്ട് ലാസ്റ്റ് വരയ്ക്കുന്നത് മുടി ഈസി ആയി നമുക്ക് ഫസ്റ്റ് ടാസ്ക് ഉള്ളത് വരയ്ക്കാം guys these very tasks guys ഇച്ചിയുടെ തലെത്തി റിച്ചുയുടെ തലെത്തി റിച്ചു തല എവിടെ നിന്റെ ഇത് കാണും പൈനാപ്പിൾ പോലെ പൈനാപ്പിളിന്റെ കൊമ്പ് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ മുള്ളു വരയ്ക്കണ്ട നീ ക്യാമറമാൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ ഇല്ല ആള് കുറച്ച് പറ്റിപ്പോയി അന്ന് കഴിച്ചു ഇവനോട് ബെറ്റ് വെച്ചിട്ട് ഒരു ഗെയിമില് ചോക്കോബാർ ഓടിച്ചു കൊടുത്തോണ്ട് മേടിച്ചു ഞാൻ ഇപ്പൊ പോകാൻ ചെന്നില്ലടാ വെറുതെ കണ്ട ഗൈസ് തള്ളു മാസ്റ്ററാണ് ഗൈസ് ഓക്കേ ഗൈസ് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കണം ഇതെന്താണത് റിച്ചു അവന്റെ തീരാനാവാനായിട്ടാ അവന്റെ തലത്തി പക്ഷെ അത് ഏലിയന്റെ തല പോലെ ആയോ എന്ന് എനിക്ക് സംശയം നോ പ്രോബ്ലം ഗൈസ് തലയിൽ ഹെഡ്സെറ്റാ ഗൈസ് ഈ ഫോട്ടോ ഫ്രെയിം വന്ന ഈ സാധനം വന്ന കാരണം നമുക്ക് മൊത്തം പോയി ഗൈസ് നീ മുടി അങ്ങനെ വരയ്ക്കുന്നു വേണ്ടട്ടാ ഓക്കേ ഗൈസ് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കണം ഇതെന്താണത് റിച്ചു അവന്റെ തീരാനാവാനായിട്ടാ അവന്റെ തലത്തി പക്ഷെ അത് ഏലിയന്റെ തല പോലെ ആയോ എന്ന് എനിക്ക് സംശയം നോ പ്രോബ്ലം ഗൈസ് തലയിൽ ഹെഡ്സെറ്റാ ഗൈസ് ഈ ഫോട്ടോ ഫ്രെയിം വന്ന ഈ സാധനം വന്ന കാരണം നമുക്ക് മൊത്തം പോയി ഗൈസ് നീ മുടി അങ്ങനെ വരയ്ക്കുന്നു വേണ്ടട്ടാ പിന്നെന്താ അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് വരയ്ക്കാം ഗൈസ് ക്യാമറ വാങ്ങണ്ട ഗൈസ് ഗൈസ് ലോ ഗൈസ് അത് അത്യാവശ്യം കുറച്ചൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്താ ഗൈസ് വീഡിയോ എടുത്തില്ല ഇവന്റെ ഉമ്മാന്റെ ഒരു കോമ്യൂണിക്കേഷൻ പോകുന്നത് ഗൈസ് ഐബ്രോ എവിടെ റിച്ചു കുറച്ച് ഡാർക്കിൽ വരയ്ക്കിച്ചു ഏതാടാ അതിന് മൂക്കെന്ന് പറയാറിപ്പോ ചിലപ്പോ കണ്ടാലായെന്ന് പറയും ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെ പറയും നിങ്ങളുടെ പറ്റുള്ളവരുണ്ട് ക്യാമറമാൻ്റെ ഇംഗ്ലീഷാണ് കാശ് പറഞ്ഞത് എന്റെ ഡയലോഗിന്റെ ഇംഗ്ലീഷാണ് റിച്ചു പാട്ട് പാടാ റിച്ചു റിച്ചു പാടണം ഓരോ കേസ് കമന്റ് ചെയ്താൽ നാളെ റിച്ചു പാട്ട് പാടും അല്ലേ റിച്ചു ഞാനല്ല ഇവനായിട്ട് ഗൈസ് പാട്ട് പാടുന്ന ടീമില് ഈ സോങ് ടീം ഗൈസ് ഗൈസ് കുറച്ചുകൂടി ഇത് കുറച്ച് വലുതാക്കാം
ഇത് അവിടെ ഇത് ഇവിടെ ഇട്ടോളാം ഗൈസ്. കൊപ്പര ഗൈസ് അവിടെ വെച്ചിട്ട് അത് നമുക്ക് വയ്ക്കാം. തിന്നോണ്ടിരിക്കണം ഗൈസ്. ഇത് പറയണം ഗൈസ്. ഇത് ടാസ്ക് ഉണ്ട് ഗൈസ്. ഇച്ചു വരക്കിച്ചു തിന്നല് പിന്നെ തിന്നാം. ഗൈസ് ഇത് കാണാൻ ഗൈസ്. കൈ കൊണ്ട് വരയ്ക്കും. കൈ ബുക്ക് വരച്ചിട്ട് കൈ വരച്ചാൽ മതിടാ. തിന്നോണ്ടിരിക്കല്ലേ ഗൈസ്. റിച്ചുവിന്റെ കഴിയാനായിട്ട് ഇച്ചുവാ, ചേച്ചുവിന്റെ കഴിയാനായിട്ട് റിച്ചു. കഴിഞ്ഞോ ഇത് പോയി ഗൈസ്. റിച്ചുവിന്റെ അവിടെ എത്തിച്ചു. ഭംഗി നോക്കും. റിച്ചു അവൻ ചാലഞ്ച് ചെയ്യണു. നീ പെട്ടെന്ന് വരയ്ക്കേ. അധികം സപ്പോർട്ട് ചെയ്യണ്ട അവനെ. നീ ടൈ ചോദിക്കണം. ഞാൻ വിചാരിച്ച പേനയുടെ ബുക്കിന്റെ ചോദിക്കണേന്ന്. റിച്ചു ഞാൻ ഡാർക്ക് ചെയ്ത് ഫസ്റ്റ് ഡാർക്ക് ചെയ്ത് വെച്ചിട്ട് വെറുതെ വരയ്ക്കുന്നു. ഡാർക്ക് ആയി വരുന്നുണ്ടോ? ഡാർക്ക് ആയി വരുന്നു. റിച്ചു ഡാർക്ക് ചെയ്യണല്ലോ. റിച്ചു എന്നടാ ലാസ്റ്റാ ലാസ്റ്റ് നീ ചെയ്യുമ്പോഴേക്ക് എന്താ വരച്ചു? അപ്പൊ നീ തുടക്കത്തിൽ ഡാർക്ക് ചെയ്ത് വരച്ചു. നമ്മൾ തിരിയുടെ മുത്തായനെ ഇച്ചൊരു പാട്ട് പാടിച്ചു. അങ്ങനെ പാട്ടായി ആ പാട്ടൊക്കെ വീട്ടിലെ പാട്ടാണ് കേസ്. അതെ ഈ കൈ വരയ്ക്കുന്നുണ്ട്. നിന്നെ കളിയാക്കിയാ വന്നിച്ചു. ആ അവൻ നിന്നെ കളിയാക്കിയതാണ്. പെട്ടെന്ന് വരാ. അല്ലിച്ചു നീ ലാസ്റ്റ് ടേബിൾ വരയ്ക്കണേ. ഈ കൈ കുറച്ച് വരച്ചിട്ടുണ്ട്. ടേബിൾ വരയ്ക്കാനുള്ള സ്പേസ് ഇല്ല ഗൈസ്. ഞാൻ ടേബിൾ വെച്ചിട്ട് ബുക്ക് വരയ്ക്കേ. ബുക്കൊക്കെ ചെറുതൊക്കെ വരുന്നു ഗൈസ്. ഞാൻ ബുക്ക് തുറന്നിട്ടില്ല ഗൈസ്. ഞാൻ തുറക്കാത്ത പോലെ കാണിക്കുന്നത്. അതിന് കുഴപ്പമില്ലല്ലോ. ഫോട്ടോകളെ പോലെ വരയ്ക്കണം. തുറക്കാത്ത പോലെയാണ് കുഴപ്പമില്ല. ചെറിയ ബുക്കാണ്. നീ ടേബിൾ വരച്ചിട്ട് ബുക്ക് വരച്ചാൽ മതിടാ. ടേബിൾ വരച്ചിട്ട് ബുക്ക് വരയ്ക്കും. നീ ചെയറിന് വെച്ചിട്ടില്ല.
ചെയറൊക്കെ വരയ്ക്കാൻ സ്പേസ് ഉണ്ടല്ലോ, ലാസ്റ്റ് അടിച്ചാൽ മതി. ഗൈസ് ഞാൻ ചെയർ വരയ്ക്കാൻ റിച്ചുവിന്റെ എവിടം വരെ ആയി? റിച്ചു ബുക്ക് വരച്ചു തുടങ്ങി. ഓ, പ്രൊഫഷണൽ ആയിട്ട് വരയ്ക്കണ അവൻ. ഇച്ചു നമുക്ക് ഫൈനലാണ് നോക്കണ്ട ഗൈസ്, ഇപ്പൊ വരയ്ക്കാൻ നോക്കണ്ട ഗൈസ്. റിച്ചുവിനെ ആര് ജയിക്കുന്ന തോന്നണ? റിച്ചു നീ ജയിക്കും തോന്നണില്ല. അതൊക്കെ ഫൈനൽ വരണം ഗൈസ്. അതെന്നെ ഗൈസ് പറഞ്ഞ കേൾക്കണ്ട ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെ ഒരു ക്യാമറമാൻ ഗൈസ്? ഹെയർ ഡാർക്ക് ഒക്കെ ഗൈസ്. റിച്ചുവിന്റെ ബുക്ക് കഴിയാനായി ഗൈസ്. എവറിജൽ ബുക്ക് കഴിഞ്ഞു ഗൈസ്. എന്റെ ബുക്ക് കഴിയാൻ ഗൈസ്. ടേബിൾ വെച്ചിട്ട് വരച്ചു ഗൈസ്. റിച്ചുവിന്റെ പെയിന്റിംഗ് ഒന്ന് കാണിച്ചാ. കഴിയാനായില്ലേ? കഴിഞ്ഞു. ഷൂവും കൂടെ അല്ലേ ഉള്ളൂ. ആ സൈഡ്. റിച്ചുവിന്റെ അവിടെ വരെത്തി. അവന്റെ മനസ്സിലുണ്ട്, ചെറുതാക്കി വെച്ചാൽ മനസ്സിലാവും. അവന്റെ ഫേസ് നല്ല ഡിഫറെന്റ് ഉണ്ടല്ലോ. സൈസ് ചെറുതാണ്. നിന്നോട് ആരാ പറഞ്ഞ വലുതാക്കി വയ്ക്കാൻ? അത് നീ കുറച്ച് കൂടുതലാണ് ഫുഡിന്റെ കാര്യം ഓർക്കണത്. ക്യാമറമാനെ പറയണ്ട, ചായ കുടിക്കാൻ മനസ്സിലാവും. പെയിന്റിംഗ് നോക്കട്ടെ. പിന്നെ ഇത് വലുതാക്കി വരച്ചതിന് ഇതിന് ചെറുതു. ഇനി ഇത് വലുതാക്കി വരച്ചതിന് ബുക്ക് വരയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല. So sad. Oh guys, so sad again, sad. Guys, and the poem guys. റിച്ചു ഡാർക്ക് ആണ് റിച്ചു. ഈ ലാസ്റ്റ് കണ്ടപ്പോൾ ലാസ്റ്റ് കഴിയുണ്ടോ? വേറെന്ത് ചെയ്യണം? തീരാനായിട്ട് വെച്ചോ റിച്ചുവിന്റെ. അവന്റെ ഡാർക്കിങ് മാത്രമേ ഉള്ളൂ, നിന്റെ തീരാനായില്ലേ? ബുക്ക് വരയ്ക്കാൻ നല്ല ടാസ്ക് ഗൈസ്. തൽക്കാലം എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യടാ. ഗൈസ് ഈ ചൈന പേപ്പർ എങ്ങനെ വരയ്ക്കാനാ ഗൈസ്? ക്യാമറമാൻ കണ്ട നോക്ക് ഗൈസ്, ഇത്ര ഫോൺ പേപ്പറിൽ എങ്ങനെ വരയ്ക്കാനാ ഗൈസ്? ഗൈസ് ഗൈസ് കണ്ടില്ല ഗൈസ്. അപ്പോൾ അതാ മാമ വന്നത്, അത്ര തണുപ്പൊന്നുമില്ല. Okay guys. Guys, it is very tough. Guys, ഈ ബുക്ക് ഇത്തിരി ചെറുതായി പോയാലും ഗൈസ് രസമല്ല ഗൈസ്. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടാത്ത ഈ ബുക്കാണ് ഗൈസ്. എനിക്ക് തല മാത്രം ഈ ഫേസിന്റെ ഭാഗം. അത് ഇതിന് ഇത്ര കറക്റ്റ് ആയിരിക്കണോ? എനിക്ക് ഇതേപോലെ സംഭവമാണ് കുറച്ചിട്ട്. കളർ ഉണ്ടോ? കളർ ഉണ്ടോ ഇവിടെ? കളർ വേണ്ട. കളർ വേണ്ട. റിച്ചുവിന്റെ അവിടെ തിരിച്ചു. ടൈമർ വയ്ക്കണോ? എതുക്കടാ? ഇവൻ ഒരു ഫസ്റ്റ് അല്ല, തേർഡ് ഏതോ ഒരു കപ്പ് കൊടുത്തിട്ട് അതിനാണ് എനിക്കിത് പഠിക്കാത്ത. എന്നെ പഠിപ്പിച്ചു വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അല്ലേ? ക്യാമറയിൽ കുത്തിയില്ല, അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഡാർക്കിങ്. എടാ നീ വേണ ആ പെൻസിൽ വാങ്ങിച്ചിട്ട് കുറച്ച് ഡാർക്ക് ചെയ്തോ. ഇച്ചുണ്ട് ആ ഫുള്ളായിട്ട് നോക്കിക്കോ, എല്ലാം വരയ്ക്കാൻ മറന്നുണ്ടോ? ഇതാണ് നമ്മൾ കൊടുത്ത ചിത്രം. ഇത് ഇച്ചുവിൻ്റെ, ഇത് റിച്ചുവിൻ്റെ. റിച്ചു മേരാക്കി വെച്ച് വെച്ചു. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം.
ഇച്ചുവിന്റെ ഫോട്ടോ ഞാൻ മാർക്കും അറിയണമെന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ എന്നെ കമന്റ് ചെയ്യുക. ആരുടെ സൂപ്പർ ഗൈസ്. ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അത് കറക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചിടാം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ്. നോക്ക് ഗൈസ്. ഇത് ഇച്ചുവിന്റെ ഫോട്ടോ, ഇത് റിച്ചുവിന്റെ ഫോട്ടോ. ഫേസ് മാത്രം കറക്റ്റ് ആയില്ല, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഈ ബുക്ക് മാത്രം കറക്റ്റായില്ല ഗൈസ്. ബുക്ക് ഇവന്റെ കറക്റ്റ് ആയി, പക്ഷെ ഇവന്റെ ഫേസ് പോയി. ബട്ട് ഇവന്റെ ബുക്ക് ഉണ്ട് ഇവിടെ കട്ടി കൂട്ടിപ്പോയിടാന്ന് അങ്ങനെയാണ് അവൻ ചെയ്തത്. ഓക്കേ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ് ഗൈസ്. അതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കേ ഗൈസ്, ബൈ.